അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയും ലേബർ കമ്മീഷണറുമായുള്ള യോഗം ആരംഭിച്ചു. അതേസമയം ജീവനക്കാർ ഓഫീസിലെത്തിയെങ്കിലും ഓഫീസിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, ഇത് ഈ യോഗത്തിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ലേ? ഇന്ന് അവർ കൂടി പങ്കെടുക്കുന്നെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ യാഥാർത്ഥ്യവും ആ യോഗം അർത്ഥവത്താവുകയുള്ളൂ. എന്താണ് അവർ പങ്കെടുക്കാതിരിക്കുന്നതിന് കാരണം? ഏതെങ്കിലും പ്രതിനിധികളോട് എത്തിയിട്ടുണ്ടോ? അതോടൊപ്പം ഈ യോഗത്തിൽ ഈ ജീവനക്കാരുടെ പ്രതിനിധികൾക്ക് പ്രവേശനമുണ്ടോ? സിജു, നിലവിൽ ഇപ്പോൾ ആരംഭിച്ച ഈ യോഗത്തിൽ കമ്പനി പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. ഇതിൽ പങ്കെടുക്കുന്നവർ, അതായത് ലേബർ കമ്മീഷണർ, ഒപ്പം തന്നെ ലേബർ അഡീഷണൽ കമ്മീഷണർ, ഒപ്പം തന്നെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ, ഒപ്പം തന്നെ ഈ കമ്പനിയിലെ ജീവനക്കാരും ഒപ്പം മറ്റ് തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ അടക്കമുള്ളവരാണ് നിലവിൽ പങ്കെടുക്കുന്നത്. ഈ കമ്പനിയുടെ അധികൃതർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിവരം നിലവിൽ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ അധികൃതർ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ ഈ യോഗത്തിൽ തങ്ങൾ പങ്കെടുക്കുകയില്ല. 10-ാം തീയതി തൊഴിൽ മന്ത്രിയുമായി നടക്കുന്ന ആ ഒരു യോഗത്തിലാകും തങ്ങൾ പങ്കെടുക്കുക എന്നൊരു വിവരമാണ് നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ അല്പസമയം മുന്നെയാണ് ഇവിടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത്. യോഗത്തിൽ പ്രധാനമായും ഈ കമ്പനിയിലെ ജീവനക്കാർ അവരുടെ നിലവിലത്തെ സാഹചര്യം വ്യക്തമാക്കും എന്നുള്ളതാണ്. ഈ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലേബർ കമ്മീഷണറോട് വിശദീകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ലേബർ കമ്മീഷണറും ഒപ്പം തന്നെ അഡീഷണൽ ലേബർ കമ്മീഷണറും ഇത്തരത്തിൽ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയും നിരീക്ഷിച്ചതിന് ശേഷം അത് വിശദമായ രീതിയിൽ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ ഉണ്ടാക്കി 10-ാം തീയതി നടക്കുന്ന തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഈ സംഭവം വിശദീകരിക്കുമെന്നുമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ നിലവിലിപ്പോൾ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നുമുള്ള അവരുടെ വിശദീകരണം ലീഗൽ അഡ്വൈസർ ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ സംഘടനകളുടെ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഭാഗവും അവർ വിശദീകരിക്കുകയും ചെയ്യും. ഇന്ന് ഇത്തരത്തിൽ തൊഴിലാളികൾ ഈ കോറോ ഹെൽത്തിലേക്ക് എത്തുകയും അവരെ അകത്തേക്ക് കയറ്റിവിടാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ ഏകദേശം 900-ഓളം തൊഴിലാളികളെ കോഴിക്കോടും എറണാകുളം ജില്ലയിലും നിന്നുമായി പിരിച്ചുവിടുന്നു. പിന്നീട് ഇത് മരവിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരുടെ 2.5 മാസത്തെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത്. അതോടുകൂടി അവരെ പിരിച്ചുവിട്ടു എന്ന മെയിൽ കൂടി ഇവർക്ക് വരികയാണ്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ഇത് തൊഴിലാളികൾക്ക് അവരുടെ കമ്പനിയിലേക്ക് വരാം, അവരെ ആരും തടയുകയില്ല എന്ന രീതിയിലേക്ക് കമ്പനി അധികൃതർ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ തൊഴിലാളികൾ അവരുടെ കമ്പനിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അവരെ തടയുകയാണ് ചെയ്തത്. കൃത്യമായ നിർദ്ദേശം കമ്പനി അധികൃതർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരാളെയും ഈ തൊഴിലെടുക്കാൻ വേണ്ടി ഈ കമ്പനിയിലേക്ക് ഒരാളെയും കടത്തിവിടേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർത്തും തൊഴിലാളി വിരുദ്ധമായ ഒരു സമീപനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഇന്നിപ്പോൾ ഈ നടക്കുന്ന ഈ യോഗത്തിൽ കമ്പനിയെ പ്രതിനിധീകരിച്ച് ലീഗൽ അഡ്വൈസർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ലേബർ കമ്മീഷണറുണ്ട്, അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുമുണ്ട്. കമ്പനിയുടെ നിലപാട് എന്ത് എന്ന് അറിയിക്കുക എന്ന് മാത്രമായിരിക്കും യോഗത്തിൽ നടക്കാൻ സാധ്യതയുള്ളത്. നേരത്തെ തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത്, ട്രേഡ് യൂണിയനിലടക്കം കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ തീരുമാനം ഫ്രീസ് ചെയ്യുക, മരവിപ്പിച്ചു വെക്കുക, തൊഴിലാളികളെ പിരിച്ചുവിടാൻ പാടില്ല. പക്ഷേ അത് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് 2.5 മാസത്തെ സാലറി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ചർച്ച എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ? തീർച്ചയായും എന്തു തന്നെയായാലും ഈ കമ്പനി അധികൃതർ അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിലാളി സംഘടനകൾ കൃത്യമായ മുന്നറിയിപ്പ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അവരുടെ നിലപാട് അത് മരവിപ്പിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെ കമ്പനി അന്ന് വൈകുന്നേരം ഏകദേശം ഒരു 11 മണിയോടുകൂടി ഈ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് അവരുടെ 2.5 മാസത്തെ ശമ്പളം നൽകുകയായിരുന്നു. അതോടുകൂടി തൊഴിലാളികളെ പിരിച്ചുവിട്ടതായുള്ള മെയിൽ കൂടി അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കമ്പനി അവരുടെ നിലപാടിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ യോഗം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയാലും കമ്പനിയുടെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എത്തിയിട്ടുണ്ട്. എന്താണ് കമ്പനിയുടെ ഭാഗം എന്നത് ഈ യോഗത്തിൽ ലേബർ കമ്മീഷണറോടും ഒപ്പം തന്നെ ലേബർ അഡീഷണൽ കമ്മീഷണറോടും വിശദീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം തൊഴിൽ മന്ത്രിയുമായി 10-ാം തീയതി നടക്കുന്ന ആ ഒരു യോഗത്തിൽ അത് വിശദീകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തു തന്നെയാലും കമ്പനി അവരുടെ നിലപാട്
നിലപാടിൽ നിന്നും പുറകോട്ടില്ല എന്നാണ് അറിയുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ ഈ 900 പേരെ പിരിച്ചുവിട്ട ആ നടപടി അത് മുന്നോട്ട് പോവുകയാണ്. 900 പേർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അമൽനാഥ് പാടിസാലാണ് കൊച്ചിയിൽ നിന്നും കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഏതായാലും തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം നടക്കുന്നുണ്ട്. അതിൽ കമ്പനിയെ പ്രതിനിധീകരിച്ച് ലീഗൽ അഡ്വൈസർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അമൽനാഥ് പങ്കുവച്ചത്.